ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രാജവീതിയിൽ കൂടെയുള്ള ഒരു ചെറിയ യാത്രയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ. ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് ഈവനിങ് 3 to 10 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് നഗരക്കാഴ്ചകൾ കാണാൻ പറ്റും. ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്ര. വളരെ എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ അമ്മയും ഒക്കെ ആയിട്ട് ഒരു കസിനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് പഴവങ്ങാടി അമ്പലം കണ്ട് അതിലെ കൂടെ നേരെ പോയിട്ട് പാളയം വഴിയാണ് യാത്ര തുടങ്ങുന്നത്. 2 മണിക്കൂർ യാത്രയാണ് അവർ തരുന്നത്. പെർ ഹെഡ് 100 rupees ചാർജ് ചെയ്യുന്നുണ്ട്. രാജവീതിയിൽ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. പാളയം വഴി പോകുമ്പം നമ്മുടെ ചർച്ചും മോസ്കും ടെമ്പിളും ഒക്കെ കണ്ടാണ് യാത്ര പോയത്. അതിൻ്റെ കണ്ടക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. യാത്രയിൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, അതാണ് പുതിയ കാര്യം. നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഇത്രയും കാലം ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ഒരുപാട് പേര് ചെയ്തിട്ടില്ല. അതേസമയം ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്തിരുന്നത് മലബാറിൽ നിന്നും പാലക്കാട് നിന്നും ഹൈദരാബാദിൽ നിന്നും വന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുള്ള ഒരു കൂട്ടം കോഴിക്കോട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ രാജവീതിയിൽ കൂടെയുള്ള പാളയം വഴിയുള്ള യാത്രയൊക്കെ നേരെ ചെല്ലുന്നത് നമ്മുടെ കവടിയാർ കൊട്ടാരവും മ്യൂസിയവും ഒക്കെ വഴിയാണ് ഈ യാത്ര പോകുന്നത്. കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഈ ഒരു നൈറ്റ് റൈഡ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. 3 മണിക്ക് തുടങ്ങുന്ന യാത്രയ്ക്ക് കുറച്ച് മുന്നേ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഡബിൾ ഡക്കറിൻ്റെ മുകളിൽ കയറിയിരുന്ന് എല്ലാവരും ഒരു ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒന്നിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കും. ഞങ്ങൾ പോയപ്പോഴും താമസിച്ചു പോയിരുന്നു. അവിടെ ഇവിടെ ആയിട്ടാണ് ഇരിക്കാൻ പറ്റിയത്. അങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളവർ ഒരു 3 മണിക്കുള്ള യാത്രയ്ക്ക് ഒരു 2:30 മണിക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മണിക്ക് ശേഷമുള്ള യാത്രയാണ് സുഖം. മ്യൂസിയം വഴി നമ്മളെവിടെ ഇറങ്ങണില്ല, പക്ഷെ എന്നാൽ മ്യൂസിയം വഴി അതൊക്കെ കണ്ട് കനകുന്ന് കണ്ട് ആ വഴി നേരെ നമ്മൾ കവടിയാറിലോട്ടാണ് പോകുന്നത്. കവടിയാറിൻ്റെ രാജവീതികളിൽ കൂടെ നേരെ ചെല്ലുന്നത് നമ്മുടെ കവടിയാർ പാലസിലാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് പ്രവേശനമൊന്നുമില്ല. മെയിൻ ഗേറ്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് അവർ. അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ രാജഭരണത്തിൻ്റെ കാര്യങ്ങളും ഇന്ന് അവിടെ ആരാ താമസിക്കണേന്നും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചാക്ക വഴിയാണ്. ചാക്ക വഴി ഞങ്ങൾ ചെല്ലുമ്പം എയർപോർട്ടിൻ്റെ അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു റൗണ്ട് സർക്കിൾ ചെയ്ത് തന്നെ അവർ കൊണ്ടുപോകുന്നത് നമ്മളെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ടേക്ക് ഓഫോ എന്തെങ്കിലും കാണാൻ പറ്റും. ഞങ്ങൾക്ക് എന്തായാലും ആ ഭാഗ്യം ഉണ്ടായി. ലൈറ്റ്സും ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിച്ചു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത്. എയർപോർട്ടിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഒരു ടേക്ക് ഓഫ് കാണാനായിട്ട് അവർ വണ്ടി നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടിട്ട് ശംഖുമുഖം പോയി. ശംഖുമുഖത്ത് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചതേ ഉള്ളൂ. അവിടുത്തെ ഒരു ദേവീക്ഷേത്രമുണ്ട് നമ്മുടെ അവിടെ തന്നെ, അത് കണ്ടു. മാനവീയം റോഡിൽ കൂടെ പാസ് ചെയ്തു. മാനവീയം റോഡ് ഇപ്പം ട്രിവാൻഡ്രത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പുതിയൊരു റോഡാണ്. അവിടെ കലാപരിപാടികളൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട്. ഫുൾ ലൈവാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് ഒരു മാനവീയം റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ വന്ന് ഒരു ടേക്ക് ഓഫൊക്കെ കണ്ട് ബീച്ചൊക്കെ കണ്ട് പാട്ടും ബഹളങ്ങളുമായിട്ട് തിരിച്ച് ഞങ്ങളുടെ യാത്ര വരുന്നത് ലുലുവിൻ്റെ മുന്നിൽ കൂടെയായിരുന്നു. അവരാദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും നിർത്തി തരില്ല. പിന്നെ വേറൊരു ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ തിരിച്ചു പോകുമ്പം എവിടെ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ അവരവിടെ ഇറക്കി തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് നേരെ ലുലുവിൻ്റെ ഫ്രണ്ടിൽ കൂടെ തിരിച്ചു പോകാനായിട്ട് തിരിച്ച് നേരെ അവർ കിഴക്കേക്കോട്ടയിൽ തന്നെയാണ് കൊണ്ടുവന്ന് ഇറക്കുന്നത്. നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ അവർ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ലേസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. പക്ഷെ എന്തായാലും ഈ ഒരു ട്രിവാൻഡ്രം നൈറ്റ് റൈഡ് അല്ലെങ്കിൽ സിറ്റി കാണാനുള്ള ഒരു അവസരം
പ്രത്യേകിച്ച് നമുക്കൊരു കൗതുകം തോന്നുന്നത് ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ തുറസായ സ്ഥലത്തിരുന്ന് ഒരു ടൗൺ കണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നൈറ്റ് ഡ്രൈവ് കണ്ട് വളരെ സന്തോഷപൂർവ്വം നഗരം ചുറ്റിക്കാണുക. താങ്ക് യു സോ മച്ച്.